അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. സ്വാഭാവികം. എന്നാൽ എന്തിന് സംസാരിക്കുന്നോ എന്തുകൊണ്ട് സംസാരിക്കുന്നോ അവരാരും അവനോട് ചോദിച്ചില്ല. അതും കുഴപ്പമുള്ള കാര്യമല്ല. നാട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എന്തിനാണെന്ന് നമ്മളെല്ലാവരും പോയി ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ പ്രശ്നം എന്നറിയാമോ, ഇത് ചോദിക്കേണ്ട സ്ഥലത്ത് ചോദിക്കാതിരുന്നിട്ട് അപ്പുറത്തേക്ക് മാറിയിരുന്ന് കുശുകുശുത്തുകൊണ്ട് ഊഹാപോഹങ്ങൾ പരത്തുന്നത് മഹാമോശമാണ്. അത് നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിലും ചെയ്യാറുണ്ട്, നമ്മുടെ നാട്ടിലും ചെയ്യാറുണ്ട്, ഇടവകയിലും ചെയ്യാറുണ്ട്. സ്വന്തം ജീവിത പങ്കാളിയോട് നേരിട്ട് ചോദിക്കാം, എന്താണത്, എന്താണ് അങ്ങനെ ചെയ്തേ, എന്താണ് അങ്ങനെ സംഭവിച്ചത് ചോദിക്കൂല. എന്നിട്ട് നമ്മൾ മാറി ഇരുന്നിട്ട് മനസ്സിലത് അങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അങ്ങനെയാണെന്നൊക്കെ വിചാരിക്കും. നമ്മുടെ സ്വന്തം ഇടവകയിൽ സ്വന്തം നാട്ടിൽ ഒരു ചെറുക്കൻ ഒരു പെങ്കൊച്ചിനോട് സംസാരിക്കുന്നു, നമ്മൾ നേരിട്ട് വേണമെന്ന് ചോദിക്കാം, എന്താണ് മോനെ, എന്താ സംസാരിക്കണേ, അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് ചോദിക്കാം. അത് ചോദിക്കൂല. ചിലപ്പോൾ സ്വന്തം മക്കളായിരിക്കാം, സ്വന്തം കസിൻസ് ആയിരിക്കാം, ചോദിക്കൂല. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് അപ്പുറത്തേക്ക് പറയുന്നു, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്. ഈ ഊഹാപോഹങ്ങൾ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുക. ചോദിക്കേണ്ട സ്ഥലത്ത് ഒന്നും ചോദിക്കത്തില്ല, അത് സംസാരിക്കത്തുമില്ല. ഇതൊരു വല്ലാത്ത ഒരു ശൈലിയാണ്, വല്ലാത്ത ഒരു സ്വഭാവ വിശേഷമാണ്. എന്ന് പറഞ്ഞാൽ പറയണത് കള്ളമാണെന്ന് നന്നായിട്ട് മനസ്സിലായിക്കൊണ്ട് കള്ളം പറയുകയും, ഈ കേൾക്കണതും കള്ളമാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ കള്ളം കേൾക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് ഈ പരദൂഷണം എന്ന് പറയുന്നത്. ഉള്ളതുപോലെ പറയണതിനൊന്നും പരദൂഷണമായിട്ടൊന്നും കൂടാൻ പറ്റില്ല. പറയണ ആൾക്കും അറിയാം, കേൾക്കണ ആൾക്കും അറിയാം ഇതും കള്ളത്തരാണ്, എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കുക. ചോദിക്കേണ്ട സ്ഥലത്തൊന്നും ചോദിക്കൂല. അത് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യണ്ട. കാരണം അവർക്ക് ഈ കള്ളം പറയുന്നതും കള്ളം കേൾക്കണതുമാണ് ഇഷ്ടം. തിരിച്ചറിയാൻ പറ്റണം കേട്ടോ, ഇങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.